നമസ്കാരം, ഞാൻ ദിനേശ് സൗപർണിക. നമ്മുടെ ചെണ്ടുമല്ലി കൃഷിക്കാർക്കുള്ള ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. അതായത് ചെണ്ടുമല്ലി കൃഷി ചെയ്തു വരുന്ന ആളുകൾ പല തീയതികളിലായിട്ടാണ് ആയിട്ടാണ് നിങ്ങൾ നട്ടിട്ടുള്ളത്. അപ്പൊ എല്ലാ ആളുകളോടും പറയുന്നത് തൈ നട്ട് 10 ദിവസം എന്ത് ചെയ്യണം അങ്ങനെയൊക്കെ പറഞ്ഞ് ഇപ്പോൾ ഇന്ന് 13-ാം തീയതിയായി, ജൂലൈ 13-ാം തീയതിയായി. അതായത് നട്ടിട്ട് കറക്റ്റ് ഏകദേശം ഒരു മാസത്തിന്റെ സമയം, അല്ലെങ്കിൽ 25 ഒരു മാസം സമയം. ഈ സമയത്ത് ഇപ്പോൾ കുറച്ച് മഴ കുറവുണ്ട്. ഈ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ മാക്സിമം മണ്ണ് കൂട്ടി കൊടുക്കുക. ചെടികൾക്ക് ഇടയിൽ ഈ വളമൊന്നും ഇടാൻ പറ്റിയില്ലെങ്കിൽ പോലും നിങ്ങളുടെ ഈ ചെടിയുടെ ചുറ്റുഭാഗത്തുള്ള മണ്ണ് വരമ്പ് പോലെ അതിലേക്ക് ഒന്ന് കൂട്ടി കൊടുക്കുക. അതേപോലെ കടലപ്പിണ്ണാക്ക് കുളിപ്പിച്ച് നോക്കിയാൽ 30-10-10 സ്പ്രേ ചെയ്യും. ഒരാൾ വീണ്ടും ഇന്നലെ ചോദിച്ചു, ഡെയിലി ഇത് കൊടുക്കണോണ്ട് കേടുണ്ടോ? നിങ്ങൾ ഇന്ന് കൊടുത്തു, വളരെ കുറച്ച് കൊടുത്തു, നാളെ വളരെ കുറച്ച് കൊടുത്തു, അങ്ങനെ കുറച്ച് കൊടുക്കാനല്ലേ പറഞ്ഞത്. നിങ്ങൾ കൊടുക്കുന്ന എത്രയാണോ ഒരു തവണ കൊടുക്കുന്നത് അത് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിന്റെ ഇടയിൽ പകുതി എൻ്റെ രീതിയും പകുതി വേറെ രീതിയും ചെയ്യുമ്പോൾ അതിൽ മാറ്റം വരും കേട്ടോ. എനിക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെ തുടർച്ചയായിട്ട് ഈ കൃത്യമായ വളങ്ങൾ ഇടവിട്ട് കൊടുക്കുന്നത് മഴ കാരണമാണ്. അപ്പൊ ഇങ്ങനെ കൊടുത്തിട്ട് കുറെ ആളുകളുടെ വീഡിയോ ഉണ്ട്. ചില ആളുകളുടെ 5, 8, 10 കൊമ്പ് വന്ന ആളുകളുണ്ട്. ചില ആളുകൾ ഇന്നലെ മുറിക്കട്ടെ എന്ന് ചോദിച്ചു. ഇന്നലെ മുറിക്കട്ടെ എന്ന് ചോദിച്ച ആളെ കൊണ്ട് ഞാൻ മുറിക്കേണ്ടതാ പറഞ്ഞിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ അതിന്റെ തല മുറിച്ച് കഴിഞ്ഞ് ഇനി പൊടിപ്പ് വരാനുള്ള സമയം എടുക്കും. ഇനി അങ്ങനെ അത്തത്തിന് വേണ്ട, ഓണത്തിലേക്ക് മതി പറഞ്ഞാൽ ഏറ്റവും ടിപ്പ് മാത്രം വേണമെങ്കിൽ മുറിക്കാമെന്ന് പറഞ്ഞു ഇന്നലെ വിളിച്ച ആളുകൾ. റിസ്ക് ആണ്. എന്നാലും നമുക്ക് എല്ലാവരും ഒരേ ഇതിലാണ് പോകണം. എല്ലാവരുടെയും ലക്ഷ്യം അത്തത്തിന് പൂ പൊട്ടിക്കുക എന്നുള്ളതാണ്. അല്ലാതെ പിന്നെ വൈകി നട്ട ആൾക്കാർ, നേരത്തെ നട്ട ആൾക്കാർ പല സമയത്ത് പൊട്ടിക്കുക എന്നല്ല. അപ്പൊ ഇനി എല്ലാവരും ഒരേ രീതിയിൽ പോകണം. ഇപ്പൊ എന്താണോ നിങ്ങളുടെ ചെടി അതിനെ പരിപോഷിപ്പിക്കുക, ഉഷാറാക്കുക ചെയ്യാൻ പറ്റുള്ളൂ. CBD എക്സ്ട്രാക്ട് ജെല്ല് കിട്ടെങ്കിൽ ഒഴിക്കാം, പഞ്ചഗവ്യം ഒഴിക്കാം, ജീവാമൃതം ഒഴിക്കാം. ഇതിന്റെ ഇടയിൽ ചില ആൾക്കാർ പലതരം പൊട്ടാഷുകൾ മിക്സ് ചെയ്ത് കയറ്റും. പൊട്ടാഷ്യം മിക്സ് ചെയ്ത് കയറ്റുന്നത് കുഴപ്പമുണ്ടായിട്ടില്ല, പെട്ടെന്ന് ഒന്ന് തണ്ട് ദൃഢമാവുകയും മുട്ടിലേക്ക് പോവുകയും ചെയ്യും. നമുക്ക് ഇപ്പോൾ വേണ്ടത് ചെടി തഴച്ചു വളരാം. അപ്പൊ പൊട്ടാഷ് കലർന്ന മിശ്രിതം നമ്മൾ കൊടുക്കുന്നുണ്ട്. 30-10-10 കൊടുക്കുന്നുണ്ട്. അതിലെ പൊട്ടാഷ്യം മതി ഇപ്പോൾ. പിന്നെ ഒരു തവണ കടക്കിൽ ലൈറ്റായിട്ട് കൊടുക്കാം. ഇത് ഇങ്ങനെ കൊടുത്തു പോവുക. ഇനി നിങ്ങൾക്ക് മറ്റ് അസുഖങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് കൃത്യമായി കൊടുത്തു പോകണം. ഇപ്പൊ വെയിൽ വന്നിട്ടുള്ള ഈ സമയമാണ്. വെയിൽ വന്ന സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഡെയിലി പോയിട്ട് അതിന്റെ കടക്കിലേക്ക് വളം ഇടാണ്ടെങ്കിൽ അത് ഇടുക, മണ്ണ് കൂട്ടി കൊടുക്കുക. വളമിട്ട ഉടനെ മണ്ണ് കൂട്ടി കൊടുക്കരുത്. അതുപോലെ നമ്മളുടെ സ്പ്രേ ചെയ്യാനുള്ള വളങ്ങളൊക്കെ കടലപ്പിണ്ണാക്കോ അല്ലെങ്കിൽ 30-10 ഏതാ നിങ്ങൾ. ഇനി തീരെ കിട്ടാത്ത ആൾക്കാർ 19 അടുപ്പിച്ച് കൊടുക്കരുത് കേട്ടോ. അതിൽ നമുക്കത് പൂടാൻ വേണ്ടിയിട്ട് കൂടുതൽ ആവശ്യമുള്ള ഒരു സാധനം, അത് തൽക്കാലം അത് വേണ്ട. ഒരു തവണ 2 തവണയൊക്കെ കൊടുത്താൽ സ്റ്റോപ്പ് ചെയ്യുക. ഇനി വളം ഒന്നും കൊടുത്തില്ലെങ്കിലും പിന്നെ മണ്ണ് ഇതിന്റെ തണ്ടിനോട് കയറ്റി കൊടുക്കുക. ഇതാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യം. എന്തായാലും നമ്മുടെ ലക്ഷ്യം അത്തത്തിന് പൂ പൊട്ടിക്കുകയാണെങ്കിൽ അതിലേക്ക് പോട്ടെ. മഴയും വെയിലും നമ്മൾ ചതിക്കാതിരിക്കട്ടെ. താങ്ക് യു.